വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ലിറ്റിലല്ല നല്ല ലോങ് തന്നെയാണ്. നമ്മൾ പള്ളിപ്പെരുന്നാളിന് പിണ്ടി കുത്തി ഫ്ലവറൊക്കെ ഇങ്ങനെ പിണ്ടി കുത്തിയിട്ട് ഫ്ലവറൊക്കെ ഇങ്ങനെ കുത്തി വയ്ക്കും ഇല്ലേ, ഈർക്കിളി പൂവൊക്കെ. അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഫ്ലവർ ഇതാണ്. ലൈക്ക് അതിഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അടുത്ത് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോഴായിരുന്നു ഞാൻ ആലോചിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്നത്. പക്ഷേ ഞാൻ സ്കൂളിൽ പോയി വന്നപ്പോഴായിരുന്നു ഇങ്ങനെ എടുക്കണമെന്ന്. ഞാനിങ്ങനെ വയ്ക്കുന്നുണ്ട്, ഇവിടെ പശ തേക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ആകൃതിയിലല്ലേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ മടക്കുക ഇങ്ങനെ, എന്നിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ചിറക്കണം. എന്നിട്ട് ഇങ്ങനെ കുറച്ചാക്കും കേട്ടോ. അടിപൊളിയല്ലേ? ഇതേപോലെ ക്യൂട്ട് ലിറ്റിൽ പൂ. ഇനി ഇതേപോലെ 1 2 3 4 വരട്ടെ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ വരെ ഞാൻ ഇട്ടു. ഇത്രയും ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. അടുത്ത് മുകളിലായിട്ട് ഒരു അടിപൊളി ഫ്ലവർ വെച്ചാലോ. അതിനായിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്ത് ഈർക്കിളിമൊന്ന് കുത്തിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പശ തേച്ചിട്ട് ഇച്ചിരി അധികം തേച്ചു. ഇച്ചിരി പശ തേക്കണമല്ലോ എല്ലാത്തിനും കൂടി. എന്നിട്ട് ഒട്ടിക്കുകയാണ്. ഇതേപോലെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. മനസ്സിലായില്ലേ? ഒട്ടിച്ചെടുത്തിട്ട് പിണ്ടിക്കുത്ത് സെറ്റാക്കാം നമ്മൾ. നമ്മൾ ലേശം ശകലം കുറച്ച് പശകൾ ഒഴിച്ച് കൊടുത്തിട്ട് വെറുതെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. നമ്മുടെ പൂവിടെ റെഡി. പശയായിട്ട് ഒട്ടിപ്പിടിക്കുന്നത് ഇതിൻ്റെ വെട്ടിക്കുന്നത്. രണ്ടാമത്തെ ഫ്ലവർ പക്ഷേ ലാസ്റ്റ് മോശം ഇങ്ങനെ കീറിക്കളഞ്ഞു. മോളിൽ നമ്മൾ കുറച്ച് പീക്കായിട്ടാണ് ഇട്ടത്. സോറി ഞാൻ പശ കുറവുള്ളൂന്ന് വിചാരിച്ച് പോയതാണ്. ഇതും കൂടി വെച്ചിട്ട് കാണാം. വെറുതെ ക്ലിയർ ആവണില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോ, ക്ലിയർ ആവണില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇത് ചിലപ്പോൾ ക്ലിയർ ആവില്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതൊന്നും എനിക്ക് വയ്യ. അത്രയും നേരം വീഡിയോ ഉണ്ട്. ഈ 2 പൂവ് കണ്ടവർ, ഈ 2 പൂവും ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.